ഇന്നെന്താ ഗുരുവായൂരപ്പനെ തൊഴാൻ പോയില്ലേ? നല്ല മഴയുണ്ടായിരുന്നു ചേട്ടാ, ഉണ്ടെങ്കിൽ പോകാൻ പറ്റിയില്ല. നീ കെട്ടിയ തുളസിമാല എന്ത് ചെയ്യും? ഒരെണ്ണം പതിവ് പോലെ തന്നെ ഞാൻ ഭഗവാന് ചാർത്തിയിട്ടുണ്ട്. ബാക്കി വരുന്നത് രാവിലെ തന്നെ മോൻ്റെ കൊടുത്തു വിട്ടു. ഇന്നത്തെ പൂജയും വഴിപാടും ഒക്കെ കഴിഞ്ഞു. എന്തിനാ പോട്ടാ, വന്നിച്ചില്ലെങ്കിലും നിന്ദിക്കരുത്. ഗുരുവായൂരപ്പൻ്റെ കടാക്ഷം കൊണ്ടല്ലേ നമ്മൾ ഇത്രയൊക്കെ ആയത്. എനിക്ക് അമ്പലവും പള്ളിയൊന്നും അത്ര വിശ്വാസമൊന്നുമില്ല. പണിയെടുത്താൽ ജീവിക്കുക, വെറുതെ എന്ത്. 10 വർഷത്തോളം കുട്ടികളില്ലാതെ നമ്മൾ കണ്ണീരും കയ്യുമായി നടന്നില്ലേ അപ്പോട്ടാ. അവസാനം ഗുരുവായൂരപ്പനെ പ്രാർത്ഥിക്കുകയും വഴിപാടുകയും ചെയ്തുകൊണ്ടല്ലേ നമുക്ക് കുട്ടികളുണ്ടായത്. നിനക്ക് ട്രീറ്റ്മെൻറ്റ് നൽകിയ നമ്മുടെ ബിപിൻ ഡോക്ടറില്ലേ, ആ പുള്ളി എങ്ങനെയാണ് ഗുരുവായൂരപ്പനാകണം? എനിക്ക് നിങ്ങളെപ്പോലെ നിരീശ്വരവാദിയാകാനോ മറ്റുള്ളവരോട് തർക്കിക്കാനോ പറ്റില്ല. ഇവിടുന്ന് 15 മിനിറ്റ് മതി ഗുരുവായൂരപ്പൻ നടയിലെത്താൻ. എനിക്ക് ആവതുള്ളിടത്തോളം കാലം ഞാൻ പോകും. ഇതാണ് രണ്ടുപേരുടെ പരിപാടിയെ കഴിഞ്ഞ. എന്താണ് രണ്ടുപേരും കൂടെ ഒരു കശപിശ? മോനെ, അച്ചായിക്കൊരു സമാധാനമില്ല. 100 പ്രശ്നങ്ങളാണ് അച്ചായനെ അലട്ടുന്നത്. നിങ്ങളുടെ രണ്ടുപേരുടെയും ഫീസ് അടയ്ക്കണം, കറണ്ട് ചാർജ് അടയ്ക്കണം, പിന്നെ വാട്ടർ ചാർജ് അടയ്ക്കണം, ഗ്യാസ് എല്ലാം അച്ചായി ചെയ്യണം. ഇത് കൂടാതെ ഭീമമായൊരു തുകയാണ് നമ്മുടെ വീടിൻ്റെ വന്നിരിക്കുന്നത് ഹൗസിംഗ് ലോൺ. ആകെ പ്രശ്നങ്ങളാണ്. പ്രശ്നമാവും അജയ്? പ്രശ്നമാവും. നിൻ്റെ അമ്മയുടെ ഒന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. നേരം വെളുക്കുമ്പം കുറേ തുളസിമാലയും കുറേ പുഷ്പമായിട്ട് അമ്പലത്തിലേക്കൊരു പോക്കാം. അമ്മയുടെ ആഗ്രഹം അതാണ്. ഗുരുവായൂർ അമ്പലം, തുളസിമാല, നിർമാല്യം, ഇതൊക്കെയാണ് ആ പാവത്തിന്റെ മനസ്സിൽ. അമ്മയെ അമ്മയുടെ വഴിക്ക് വിട്ടേക്ക്. തുളസിമാലയ്ക്ക് നല്ല ഡിമാൻഡാ. 50-60 കിട്ടും. ഞാനൊരു നിരീശ്വരവാദിയാണ് എന്ന് വെച്ച് നിങ്ങളുടെ അമ്മയുടെ ആദർശത്തിനോ അവളുടെ താല്പര്യത്തിനോ ഞാൻ ഇന്ന് വരെ എതിര് വന്നിട്ടില്ല. നിങ്ങളെപ്പോലെ നിരീശ്വരവാദിയാകാനോ മതത്തിനെതിരെ സംസാരിക്കാനോ ഞാനില്ല. താല്പര്യമില്ലെങ്കിൽ ഞാൻ ഈ വീട് വിട്ട് പുറത്തിറങ്ങുന്നില്ല. ഗുരുവായൂരപ്പൻ നമുക്ക് മക്കളെ തന്നു. കിടപ്പാടമില്ലായിരുന്നിട്ട് ഞാൻ മനസ്സുരുക്കി പ്രാർത്ഥിച്ചിട്ടുണ്ട്. വീടും തന്നു. അതുതന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നാളെ ഈ വീടിൻ്റെ ജപ്തി. ബാങ്കുകാർ പല പ്രാവശ്യം എന്നെ വിളിച്ചു. അവർ പല പ്രാവശ്യം എനിക്ക് സാവകാശവും തന്നു. ഇനി അവർ അനുവദിക്കില്ലെന്ന് പറഞ്ഞു. നാളെ ജപ്തിയാണ്. 20 ലക്ഷം രൂപയുടെ അടുത്ത് പൈസ അടയ്ക്കാനുണ്ട്. ഒരു ഗഡുവെങ്കിലും അടച്ചിരുന്നെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ലായിരുന്നു. എൻ്റെ ഗുരുവായൂരപ്പ, ഞങ്ങളെ പരീക്ഷിക്കുകയാണോ? ഓർമ്മ വെച്ച നാൾ മുതൽ അവിടുത്തെ ദാസിയാണ് ഞാൻ. ഇപ്പം 50,000 രൂപ ഉണ്ടെങ്കിലേ നമുക്ക് പിടിച്ചു വയ്ക്കാൻ പറ്റൂ. ഇനി വിൽക്കാനൊന്നുമില്ല. അച്ചായി, നമുക്ക് നമ്മുടെ ബൈക്ക് വിറ്റാലോ? വേണ്ട മക്കളെ, വേണ്ട. നീ അത് ആശിച്ച് വാങ്ങിച്ചതല്ലേ. അച്ചായി, എൻ്റെ മാല തരാം. ഞാനൊന്ന് വീട് വരെ പോയിട്ട് വരാം. അച്ഛൻ എന്തെങ്കിലും സഹായിക്കാതിരിക്കില്ല. വേണ്ട വേണ്ട, അവരെ നമ്മളെ ബുദ്ധിമുട്ടിക്കണ്ട. അമ്മച്ചി, അച്ചായി ഏതോ അപകട കച്ചവടക്കാരിൽ നിന്ന് പണം ചോദിച്ചിരുന്നു. ഞാൻ എന്താ കേൾക്കുന്നേ? അവയവ മാഫിയുടെ കെണിയിൽപ്പെട്ടെന്നോ? എന്റെ ഗുരുവായൂരപ്പ, ഞങ്ങളെ കാത്തോ. ആ തങ്കച്ചനോ? ആറുമാകത്തില്ലേ? ആ ചേട്ടനോ? എന്താ പതിവില്ലാതെ ഇവിടെയൊക്കെ? നിങ്ങളുടെ വിഷമങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു. വർഷങ്ങളായി മാലകെട്ടിൻ്റെ പ്രതിഫലം പാറു വാങ്ങിയിരുന്നില്ലല്ലോ. സന്തോഷത്തോടുകൂടി പണം വാങ്ങുക, എല്ലാം ശരിയാവും. ഞാൻ ഇറങ്ങട്ടെ, ചെന്നിട്ട് വേണം കട അടയ്ക്കാൻ.
തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും പിരിയാതെയിരിക്കണം നമ്മുടെ നരജന്മം സഫലമാ